നമസ്കാരം. വൈറ്റ്സ് വൺ ടോക്സിലേക്ക് സ്വാഗതം. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം വലിയ രീതിയിൽ കലങ്ങിമറിയുകയാണ്. കെ സുധാകരനെ വെട്ടാൻ വി ഡി സതീശനും വി ഡി സതീശനെ വെട്ടാൻ കെ സുധാകരന്റെ സംഘവും വലിയ തരത്തിൽ ചേരിതിരിഞ്ഞുള്ള ആക്രമണത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തി. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതൃത്വം ആരാണ് എന്ന തരത്തിലുള്ള ചർച്ചകൾ പോലും ഒരു സ്ഥലത്തേക്ക് തിരിയുകയാണ്. ഇതിനിടയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകണം എന്ന നിലയിലേക്കുള്ള ചർച്ചകൾ മറ്റൊരു വിഭാഗത്ത് നടക്കുന്നു. ഈ ഘട്ടത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായി നമുക്കൊപ്പമുള്ളത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ രാജേഷ് തില്ലങ്കേരിയാണ്. രാജേഷ്, നമസ്കാരം. നമസ്കാരം. ഈ കോൺഗ്രസ് രാഷ്ട്രീയം വലിയ പ്രശ്നത്തിലേക്കാണ്. കെ സുധാകരനെ വിട്ടുവോ? കെ സുധാകരനെ വെട്ടിയില്ലെങ്കിൽ ഈ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് എന്നല്ല. പക്ഷേ നമ്മൾ അതിന് മുന്നേ തന്നെ ഇതിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം, KPCC പുനഃസംഘടന എന്നുള്ളത് കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ട് നടത്തുന്ന ഒരു ചർച്ചയാണ്. KPCC പുനഃസംഘടന വലിയ കീറാമുട്ടിയായി നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് നേരിടുന്നൊരു വിഷയം. പ്രതിപക്ഷ നേതാവിനും KPCC പ്രസിഡന്റിനും ഒറ്റയ്ക്ക് ഒരുമിച്ചിരുന്നു കൊണ്ട് ഒരു തീരുമാനമുണ്ടാക്കാനോ പത്രപ്രവർത്തകരെ കാണാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് ഇവർ തമ്മിലുള്ള അനൈക്യം വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുന്നു, വളർന്ന് വലിയ രീതിയിൽ മോശാവസ്ഥയിലായിരിക്കുന്നു എന്നല്ല നമ്മൾ കാണേണ്ടത്. ഇത് നമ്മൾ ആദ്യമായിട്ട് കാണുമല്ല. നമുക്ക് ഓർമ്മയുണ്ടാവും, പുതുപ്പള്ളി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് റിസൾട്ട് വന്ന ദിവസം, വലിയ വിജയം നേടിയ ദിവസം തന്നെ അവർക്ക് ഒരുമിച്ചിരുന്നു കൊണ്ട് ഒറ്റ വിഷയത്തിൽ സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു അകൽച്ച അവർ തമ്മിലുണ്ടായി എന്നുള്ളത്. കോൺഗ്രസിലെ ഗ്രൂപ്പിസം ഒരു പുതിയ സംഭവമാണെന്ന് വെച്ചാൽ ഒരിക്കലും അല്ല. കോൺഗ്രസ് ഉണ്ടായ തൊട്ട് എല്ലാ കാലത്തും കോൺഗ്രസിൽ ഇത്തരത്തിലും ചർച്ചകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തർക്കങ്ങളിലൂടെയാണ് കോൺഗ്രസ് പാർട്ടി വളരുന്നതെന്നാണ് അവരുടെ നേതാക്കൾ വിശ്വസിക്കുന്ന പോലും. എന്തോ അല്ല. പക്ഷേ നമ്മളിൽ കാണേണ്ടത് AK ആന്റണിയും അതുപോലെ തന്നെ K കരുണാകരനും ഉണ്ടായിരുന്ന കാലത്ത് അല്ലെങ്കിൽ ഇവർ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് ഉണ്ടായ തരത്തിലുള്ള ഒരു ഗ്രൂപ്പിസം അല്ല ഇപ്പോൾ കോൺഗ്രസിലുള്ളതെന്നാണ്. അന്ന് കോൺഗ്രസ്, ഇവർ രണ്ടുപേരും കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുകയും കോൺഗ്രസിനെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇവർ പല വിട്ടുവീഴ്ചകളും പരസ്പരം ചെയ്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഗ്രൂപ്പ് തർക്കങ്ങളിലൊക്കെ കൊണ്ടുപോയി. ഇപ്പം പലപ്പോഴും ഗ്രൂപ്പ് തർക്കങ്ങൾ രൂക്ഷമാകുന്ന സമയത്ത് കേന്ദ്രത്തിൽ അന്ന് കോൺഗ്രസിന് അധികാരമുണ്ടായിരുന്നു. കോൺഗ്രസിന് കേന്ദ്രത്തിൽ അധികാരമുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും AK ആന്റണിയെ മാറ്റുകയും അല്ലെങ്കിൽ കരുണാകരനെ മാറ്റി അദ്ദേഹത്തിനെ കേന്ദ്രമന്ത്രിയൊക്കെ ആക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വലിയ ഗിമ്മിക്ക് അന്ന് ഈ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ ഈ കേന്ദ്ര കമ്മിറ്റിക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഏറ്റവും ദുർബലാവസ്ഥയിൽ, അതായത് കേന്ദ്രത്തിൽ ഭരണമില്ലാത്തത് 11 വർഷമായി. 11 വർഷക്കാലമായി കേന്ദ്രത്തിൽ ഭരണമില്ലാത്ത കോൺഗ്രസിന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ മാത്രമല്ല, ഒരുപാട് സ്റ്റേറ്റുകളിലൊന്നും ഇപ്പോൾ കോൺഗ്രസിന് അധികാരമില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ശക്തിപ്പെടുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും ഇത്തരത്തിലുള്ള ഈ വ്യക്തിപരമായ ചില വിദ്വേഷങ്ങളും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒറ്റക്കെട്ടായി നിൽക്കും എന്നൊക്കെ പറഞ്ഞ് ഏതാണ്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമുക്കറിയാലോ, വയനാട്ടിൽ നടന്ന ഈ നേതൃസംഗമത്തിന് ശേഷം കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിലുള്ള 5 കോർപ്പറേഷനുകളിലും ഭരണം പിടിക്കുന്ന തരത്തിലുള്ള വലിയ നീക്കങ്ങൾ നടത്തുമെന്നും ഓരോ കോർപ്പറേഷന്റെയും ചുമതല ഓരോ ഭാരവാഹികൾ തന്നെ നേരിട്ട് ഏറ്റെടുക്കണം എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ വിഭജിച്ചു കൊടുത്തിട്ടുണ്ട്. പോരാത്തതിന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കൽ മാത്രമല്ല, വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരാനുള്ള ചില നീക്കങ്ങൾ വാർഡ് തലത്തിൽ തന്നെ ഉണ്ടാക്കുമെന്നും ഒക്കെ ആലോചിച്ചാണ് അന്ന് പിരിഞ്ഞത്. പിരിഞ്ഞ അന്ന് തന്നെ തമ്മിൽ തല്ലുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വീണ്ടും പോയി എന്നുള്ളതാണ്. കഴിഞ്ഞ 3.5 വർഷക്കാലമായിട്ട് ഇവിടുത്തെ KPCC പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും തമ്മിൽ ഒരു ഐക്യവുമില്ല എന്ന് മാത്രമല്ല, ഇവിടെ മറ്റൊരു സംഭവം കൂടി കയറി വന്നിരിക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കുറച്ചു കാലമായി വളരെ മാറി നിൽക്കുകയും അല്ലെങ്കിൽ മാറി നടക്കുകയൊക്കെ ചെയ്തിരുന്ന രമേശ് ചെന്നിത്തല വളരെ സജീവമായി വരികയും കഴിഞ്ഞ 1 മാസത്തിലേറെ കാലമായി മാധ്യമങ്ങളിലെല്ലാം വലിയ രീതിയിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ചെന്നിത്തലയെ ഇവർ രണ്ടുപേരും ഭയക്കുന്നു എന്നുള്ളതാണ് വിഷയം. ഇപ്പൊ കോൺഗ്രസിൽ ഇപ്പോൾ നിലവിലുള്ള പ്രശ്നം നമുക്കറിയാം. ഒരിടയ്ക്ക് ചെന്നിത്തല ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചാർജുകളുമായി ഒക്കെ പോയ ഘട്ടത്തിലെ ഒരു കണക്കിന് ഇവർ വലിയ ആശ്വാസത്തിലായിരുന്നു. മഹാരാഷ്ട്രയുടെ ചുമതലയായിരുന്നു. അതെ, ഇനിയിപ്പോ തിരിച്ചു വരില്ല, എങ്ങാനും നാഷണൽ തലത്തിൽ ഏതെങ്കിലും ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ചാർജുകളുമായി കിട്ടിപ്പോയി കഴിഞ്ഞാലേ എന്തായാലും ഇവിടെ വലിയ ബുദ്ധിമുട്ടില്ല
വേണമെങ്കിൽ കുഞ്ഞാലിക്കുട്ടീനെ മുനീറിനെ ഒന്ന് സോപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും മുഖ്യമന്ത്രി ആകാം എന്ന തരത്തിലുള്ള ഒരു ധാരണയൊക്കെ വി ഡി സതീശനും ഈ പറയുന്ന സുധാകരനൊക്കെ ചേർത്തുണ്ടാക്കിയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ സമിതിയിനകത്ത് വന്നിട്ടുള്ള AP അനിൽകുമാറിന്റെ അടി എന്നൊക്കെ പറഞ്ഞാൽ ഗംഭീര അടിയാണ്. സുധാകരൻ മാറി നിൽക്കണമെങ്കിൽ വി ഡി സതീശനും മാറി നിൽക്കട്ടെ എന്നുള്ള ഗംഭീര അടിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രാറ്റജി ആണെങ്കിൽ അത് വിലപ്പോവില്ല. സുധാകരൻ മാറട്ടെ, വി ഡി സതീശൻ അങ്ങനെ നിൽക്കട്ടെ. സുധാകരനും വി ഡി സതീശനും തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി ഡി സതീശൻ അത്ര നല്ല പെർഫോമൻസ് ആണെന്ന് പൊതുവെ അഭിപ്രായമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഈ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നിയമസഭയ്ക്കുള്ളിൽ നടത്തുന്ന വലിയ രീതിയിലുള്ള പ്രസംഗമോ അല്ലെങ്കിൽ നിയമസഭയ്ക്കുള്ളിൽ നടത്തുന്ന പ്രതിഷേധമോ ഒന്നുമല്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് മാത്രമല്ല. പ്രതിപക്ഷ നേതാവിന് എന്നെ യഥാർത്ഥത്തിൽ ഈ പ്രതിപക്ഷ കക്ഷിയെ അല്ലെങ്കിൽ ആരാണോ പ്രതിപക്ഷത്തിരിക്കുന്നത് അവരെ തുടർന്ന് അടുത്ത ടേമിലേക്ക് അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ചടുലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും അതേപോലെ തന്നെ ഈ സംസ്ഥാനത്തിൽ ആകമാനമുള്ള ഈ പ്രവർത്തകരെ ഈ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് സജ്ജമാക്കാനും ഒക്കെയുള്ള ചുമതലക്കാരനാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തിന്റെ പെർഫോമൻസിലാണ് ഈ ആളുകൾ ഇവരുടെ പിന്നിൽ അണിനിരക്കണമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇപ്പം നമ്മൾ നോക്കൂ, രണ്ടാം പിണറായി സർക്കാർ യഥാർത്ഥത്തിൽ ഏറ്റവും മോശമായ ഏറ്റവും ദുർഘടമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. പിണറായി വിജയനെയും മറ്റ് മന്ത്രിമാരെയൊക്കെ യഥാർത്ഥത്തിൽ കേരള ജനത തീർത്തും മടുത്തിരിക്കുന്നു എന്ന് തന്നെ നമ്മളിൽ കണ്ടത്. എന്നിട്ട് പോലും ഇത്തരത്തിലുള്ള അവസരങ്ങൾ രാഷ്ട്രീയപരമായി എന്തുകൊണ്ട് നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് പറ്റുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പോരായ്മയാണ് എന്ന് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അടിത്തറ വളരെ പ്രധാനമാണ്. ബൂത്ത് കമ്മിറ്റികളാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവനാഡി എന്ന് പറയപ്പെടുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളിലൊക്കെ പല ബൂത്തുകളിലും പ്രവർത്തനം വളരെ നിർജീവമായ അവസ്ഥയിലാണ്. ബൂത്ത് സംവിധാനങ്ങൾ മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടി, പ്രത്യേകിച്ച് നിയമസഭയോ പാർലമെന്റോ തെരഞ്ഞെടുപ്പ് പോലെയല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിനകത്ത് ഏറ്റവും സക്രിയമായി പെരുമാറേണ്ടത് അല്ലെങ്കിൽ ഇടപെടേണ്ടത് ബൂത്ത് തല സംവിധാനങ്ങളാണ്. അവരാണല്ലോ ഈ വാർഡിൽ ആര് മത്സരിക്കണമെന്നും അവർക്ക് വേണ്ടിയിട്ടുള്ള വോട്ടിംഗ് സംവിധാനം മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നത് കോൺഗ്രസിന്റെ ബൂത്ത് തല സംവിധാനങ്ങളിൽ അപ്പാടെ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം നേതൃത്വത്തിന് ഇവർ തമ്മിലുള്ള അടി കഴിഞ്ഞിട്ട് ഈ ബൂത്തിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള സമയം ഇല്ല എന്ന് തോന്നുന്നു. മാത്രമല്ല ഖദർദാരികൾക്ക് കുറച്ച് വേർപ്പ് പറ്റുന്ന അസുഖം വല്ലാതെ ഇപ്പൊ ഈ ഇടയായിട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒരു ബൂത്തിലാവത്തനം അത്യാവശ്യം കയറ്റം ഇറങ്ങുമൊക്കെ ഇറങ്ങി നടന്നു കഴിഞ്ഞാലേ ഖദറിൽ കുറച്ച് ചെളിയും പറ്റും, മാത്രമല്ല വിയർപ്പും പറ്റും. ആ നിലയിലൊക്കെ വിയർപ്പിന്റെ അസുഖം പോലെയുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോയി. ഇല്ല അർജുൻ, നമ്മളിൽ കണ്ടത് ഈ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിൽ കോൺഗ്രസ് കഴിഞ്ഞ 8.5 വർഷമായിട്ട് അധികാരത്തിൽ നിന്ന് പുറത്താണ്. മുസ്ലിം ലീഗിനെയും അതുപോലെ തന്നെ മറ്റ് ഘടകകക്ഷികളെയൊക്കെ വിശ്വാസത്തിൽ നിർത്തിയത് കൊണ്ട് മാത്രമാണ് ഈ മുന്നണി സംവിധാനം തകരാതെ ഇപ്പോൾ പോകുന്നത്. പക്ഷേ കോൺഗ്രസിനകത്തെ ഈ തമ്മിലടി അല്ലെങ്കിൽ ഐക്യമില്ലായ്മ വലിയ തരത്തിൽ ലീഗ് പോലുള്ള ഈ സംഘടനകളെ, ഈ പാർട്ടികളെ വലിയ രീതിയിൽ അസ്വസ്ഥരാക്കുന്നുണ്ട്. ദീർഘകാലം ഭരണമില്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം കേരളത്തിലുണ്ട് നമുക്കറിയാം. അതുകൊണ്ട് കേരളത്തിലുള്ള നിലവിലുള്ള ഈ രാഷ്ട്രീയ അവസ്ഥയിൽ എല്ലാ തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളും മാറ്റിവെച്ചുകൊണ്ട് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ശക്തിപ്പെട്ട് അല്ലെങ്കിൽ ഐക്യത്തോടു കൂടി പ്രവർത്തിക്കേണ്ട ഒരു സമയത്താണ് ഒരുപാട് നേതാക്കന്മാർ അവരുടേതായ വ്യക്തിപരമായ ആവശ്യങ്ങളും അല്ലെങ്കിൽ എനിക്കൊന്നും കിട്ടിയില്ല എന്നുള്ള ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നതെന്നുള്ളതാണ്. ഇത് വിചിത്രമാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ യഥാർത്ഥത്തിൽ കാണിക്കേണ്ട ഒരു മര്യാദയും പ്രതിപക്ഷ നേതാവും കാണിക്കുന്നില്ല. KPCC പ്രസിഡന്റ് അദ്ദേഹത്തിന് ആരോഗ്യപരമായ ഒരുപാട് ആവശ്യതകൾ ഉണ്ടായിട്ടും അദ്ദേഹം ആ കസേരയിൽ നിന്ന് മാറി നിൽക്കാൻ തയ്യാറല്ല എന്നൊക്കെ പറയുന്നത് ഈ പാർട്ടിയെ ശക്തിപ്പെടുത്താനോ അല്ലെങ്കിൽ വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവരാനോ ഒന്നും അല്ല ഇവർ ശ്രമിക്കുന്നതെന്നും തങ്ങൾക്ക് കിട്ടിയ കസേര അത് എത്തരത്തിൽ എങ്ങനെ സുരക്ഷിതമാക്കാം എന്നതിനെക്കുറിച്ച് മാത്രമാണ് ഇവർ ആലോചിക്കുന്നത്. എങ്ങനെയാണ് കേരളത്തിൽ രണ്ടാം പിണറായി സർക്കാർ ഉണ്ടായത് എന്നുള്ളത് ഇനിയെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ പഠിക്കാൻ തയ്യാറാണ്. ഞാൻ പല നേതാക്കന്മാരുമായിട്ടുള്ള അഭിമുഖത്തിൽ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് കേരളത്തിൽ രണ്ടാം ടേമിലും CPM അധികാരത്തിൽ വരാനുള്ള കാരണമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറയും. അത് കൊറോണയാണ് എന്ന് പറയും. അല്ല, കൊറോണയല്ല എന്ന് മാത്രമല്ല, പരസ്പരം കാലുവാരിയതിൻ്റെ പേരിൽ മാത്രം നഷ്ടപ്പെട്ടത് 28ലേറെ സീറ്റാണ്. ഈ 28ലേറെ സീറ്റുകളിൽ എങ്ങനെയാണ് ഇവർക്ക് പരാജയം ഉണ്ടായതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും തയ്യാറായില്ല എന്നുള്ളതാണ്.
ഇപ്പം കഴിഞ്ഞ ദിവസം ഈ ദീപാദാസ് മുൻഷി വന്ന് ഓരോ നേതാക്കന്മാരുമായി നേരിൽ കണ്ട് നേതൃമാറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു നീക്കം ഇപ്പോഴേ തുടങ്ങിയാൽ ചിലപ്പോൾ കോൺഗ്രസ് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് മുല്ലപ്പള്ളി രാമചന്ദ്രനായിരുന്നു KPCC പ്രസിഡന്റ്. യഥാർത്ഥത്തിൽ KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ദുർബലനായ KPCC പ്രസിഡന്റ് ആരായെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുല്ലപ്പള്ളി രാമചന്ദ്രനായിരുന്നു. ഈ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈ സർക്കാരിന് യഥാർത്ഥത്തിൽ തുടരാനുള്ള അനുമതി കൊടുത്തു എന്നുള്ളത് തന്നെ നമ്മളിൽ പറയാനുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊക്കെ പറയുമ്പോഴും കഴിഞ്ഞ ദിവസം VD സതീശൻ വലിയൊരു ലിസ്റ്റുമായിട്ട് വന്നു. ഏതാണ്ട് 60 സീറ്റ്, 55 60 സീറ്റ് ഈസി ആയിട്ട് ഷുവർ സീറ്റ് നിലയൊക്കെയാണ് പറയുന്നത്. എന്തടിസ്ഥാനത്തിലാണ് VD സതീശൻ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ രസകരമായി പോകുന്നു എനിക്ക് തോന്നുന്നത്. മാത്രമല്ല ഈ പറയുന്ന ഈ 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് കോൺഗ്രസ് പരാജയപ്പെടുവാണെങ്കിലുള്ള ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അല്ല, അതാ ഞാൻ പറഞ്ഞത്. കോൺഗ്രസ് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ കൂടെ പരമ്പരാഗതമായി നിൽക്കുന്ന ആളുകൾ പോവും തീർച്ചയായിട്ടും. 2, മുസ്ലിം ലീഗ് പോലുള്ള ഈ പാർട്ടികൾ പിന്നെ എന്ത് പ്രതീക്ഷയിലാണ് ഈ മുന്നണിയിൽ നിൽക്കുക? ഒരു ടേമിൽ തന്നെ കേന്ദ്രത്തിലും സീറ്റില്ല, ഇതില്ല, അധികാരമില്ല, കേരളത്തിലും ഇല്ല. ആ കൂടി കർണാടകയിൽ നിന്ന് വരുന്ന കുറച്ച് ഫണ്ടിന്റെ മുകളിൽ ഇവിടുത്തെ നേതാക്കൾ ഓടി നടക്കുന്നു എന്നല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും? തകർന്നടിയും. അതെ, അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിയെ എല്ലാ തരത്തിലും നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളും വ്യക്തിപരമായ താല്പര്യങ്ങളും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസ് എന്നുള്ള ഒരു ഒറ്റ വികാരത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി ബാധ്യസ്ഥരായ നേതാക്കന്മാർ പരസ്പരം ചെളിവാരി എറിയുകയും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു പത്രസമ്മേളനം പോലും നടത്താൻ പറ്റാത്ത രീതിയിലേക്ക് മാനസികമായി തന്നെ അകന്നു എന്ന് പറയുമ്പോൾ ജനങ്ങൾ എന്ത് പ്രതീക്ഷയാണ് അർജുൻ കൊടുക്കുക? ജനങ്ങൾക്ക് ഏത് രീതിയിലാണ് ഇവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുക? ഇപ്പം CPM-ൽ പറയുന്നു വലിയ രീതിയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ഈ പിണറായി വിജയന്റെ പ്രവർത്തനത്തെക്കുറിച്ചിട്ട്, അല്ലെ പ്രവർത്തന ശൈലിയെക്കുറിച്ചിട്ട്, അല്ലെങ്കിൽ പല മന്ത്രിമാരുടെയും കഴിവില്ലായ്മയെക്കുറിച്ചൊക്കെ വലിയ പ്രതിഷേധം കേരളത്തിലുണ്ട് എന്നും CPM പ്രവർത്തകർക്ക് തന്നെ ഇവരോട് വലിയ രീതിയിൽ അതൃപ്തിയുണ്ട് എന്നൊക്കെ പറയുമ്പോഴും CPM ഒറ്റക്കെട്ടായി നിൽക്കുന്നു. സംവിധാനമുണ്ട് അവിടെ. KPCC പ്രസിഡന്റായിട്ട് ചുമതലയേറ്റ് ഈ എറണാകുളത്ത് വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ ആദ്യമായിട്ട് സുധാകരൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ അറിയോ? കോൺഗ്രസിനെ സെമി കേഡർ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നു. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? സെമി കേഡറായിട്ട് പോയിട്ട് ബൂത്ത് തലത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ പോലും 3.5 വർഷക്കാലമായിട്ട് ഈ KPCC പ്രസിഡന്റ് കഴിഞ്ഞില്ല. ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താണ്? പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം ഉണ്ടായില്ലേ, പിന്നെ എന്തിനാണ് എന്നെ മാറ്റുന്നത്? അതൊരു ന്യായമല്ല. ഇപ്പോൾ ആവശ്യം, കേരളത്തിലെ കോൺഗ്രസിന് ഇപ്പോൾ ആവശ്യം എന്ന് പറയുന്നത് നല്ല ചടുലതയോടുകൂടി പ്രവർത്തിക്കാൻ പറ്റുന്ന, എല്ലാ ജില്ലകളിലും ഓടി നടന്നുകൊണ്ട് പ്രവർത്തകർക്ക് വലിയ ആവേശം നൽകിക്കൊണ്ട് ഒറ്റക്കെട്ടായി നിൽത്താൻ പറ്റുന്ന, ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന നേതാക്കന്മാരെയെല്ലാം പല രീതിയിൽ വിഘടിച്ച് നിൽക്കുന്ന നേതാക്കന്മാരെയെല്ലാം ചർച്ചകളിലൂടെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നേതാവിനെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ കൊണ്ടുവരേണ്ടത്. അല്ലാതെ ഇത് വയോവൃദ്ധർക്കുള്ള ഒരു ആലയമായി KPCC ആസ്ഥാനം മാറുന്നു. ഏറ്റവും വലിയ പ്രശ്നം ഈ ജംബോ കമ്മിറ്റി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, ഈ കമ്മിറ്റികൾ എന്ന് പറഞ്ഞാൽ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പല ആളുകളെ ഒരുമിച്ച് നിർത്താൻ വേണ്ടി ശ്രമിക്കും. കാരണം കോൺഗ്രസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ഥാനം കിട്ടിയില്ലെങ്കിൽ പാർട്ടി വിട്ടുപോകുന്ന എത്രയോ പേരുള്ള സ്ഥലമാണ്. നമുക്കറിയാലോ, ഈ 1ാം പിണറായി സർക്കാർ കഴിഞ്ഞ് 2ാം പിണറായി സർക്കാരിന്റെ കാലം കഴിയുമ്പോഴേക്ക് എത്ര കോൺഗ്രസ് നേതാക്കന്മാർ മറുകണ്ടും ചാടി. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം പല നേതാക്കന്മാരും, കോഴിക്കോടൊക്കെയുള്ള പല നേതാക്കന്മാരും ഒക്കെ മറുകണ്ഠം ചാടുകയും എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടിയാൽ ഞങ്ങൾ ഇവിടെ നിന്നോളാം എന്ന് പറയുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി കോൺഗ്രസിന്റെ പഴയ നേതാക്കന്മാർക്കും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഇത്രയൊക്കെ ഡാമേജ് ഉണ്ടായാലും വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് എന്നുള്ളത്. ഇപ്പൊ കേരളത്തിന്റെ ഇപ്പോൾ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ UDF-ന് ഒരുമിച്ച് നിന്നാൽ വലിയ രീതിയിൽ അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ഈ സാഹചര്യം ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ പിന്നീട് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം യഥാർത്ഥത്തിൽ കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് നമ്മൾ കാണും. BJP ആഗ്രഹിച്ച പോലെ അല്ലേ ഒരു കോൺഗ്രസ് മുക്ത ഭാരതത്തിലേക്ക് കേരളവും ഒരു തീർച്ചയായും. കാരണം CPM-ഉം ഏതാണ്ട് വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു, കോൺഗ്രസും വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ പിന്നീട് സംഭവിക്കാൻ പോകുന്നത് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറം വളരെ സ്പീഡിൽ തന്നെ കേരളത്തിൽ BJPക്ക് ഒരു വലിയ ആധിപത്യം, BJP ആയിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടല്ല, BJPയോടുള്ള ആളുകൾക്കുള്ള താല്പര്യം കൊണ്ടും അല്ല, മറ്റു വഴിയില്ലാതെ പലരും BJP എന്നുള്ള ഓപ്ഷനിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് നമ്മളിൽ കാണേണ്ടത്. ഇപ്പൊ ത്രിപുരയിലൊക്കെ കണ്ണടച്ച് തുറക്കുന്ന മുതൽ BJP അധികാരം പിടിച്ചൊരു സാഹചര്യമുണ്ട്. തത്തുല്യമായ ഒരു രാഷ്ട്രീയ സാഹചര്യം യഥാർത്ഥത്തിൽ കേരളത്തിലുണ്ട് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചപ്പോൾ പറഞ്ഞത് അവിടെ സഭാ വോട്ടുകൾ, മറ്റു പല വോട്ടുകൾ, പല രീതിയിലുള്ള വോട്ടുകളൊക്കെ കിട്ടിയിട്ടാണ്, അല്ലെങ്കിൽ പൂരം കലക്കി, അങ്ങനെ പലതരത്തിൽ ഗിമ്മിക്കിലൂടെയാണ് BJP ജയിച്ചതെന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിൽ മൊത്തത്തിൽ
ഒരു തൃശ്ശൂർ ആവർത്തിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക്. തീർച്ചയായിട്ടും എന്തായാലും വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഉള്ളിലുള്ള പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ എതിർസ്വരങ്ങൾ ആണ് പുറത്തു വരുന്നത്. കെ സുധാകരനെ വരും ദിവസങ്ങളിൽ ഏത് തരത്തിലാണ് വി.ഡി. സതീശനോ അല്ലെങ്കിൽ പറയുന്ന രമേശ് ചെന്നിത്തലയോ ഉള്ള ഗ്രൂപ്പുകൾ ഏത് തരത്തിലാണ് നേരിടുക എന്നുള്ളതായിരിക്കും ഡെവലപ്പിംഗ് ആയി വരുന്ന ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. നന്ദി.